ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാൻ പോകുന്നത് മാത്സിലെ കുറച്ച് ഇക്വേഷൻസ് ആണ് കേട്ടോ. നമ്മൾ എക്സാമിന് പോകുമ്പോൾ അത്യാവശ്യം ഓർത്ത് വെക്കേണ്ടിയിരിക്കുന്ന കുറച്ച് ഇക്വേഷൻസ് മാത്രമാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ലോങ് വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഒരിക്കൽ കൂടെ പറയട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സ് ഇതിൽ കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. കുറേ പരിമിതികളുള്ളതുകൊണ്ടാണ് എനിക്ക് ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല. പിന്നെ ഒരിക്കലും ഒരു പ്രോപ്പറായിട്ട് സിലബസ് വൈസ് പോകുന്ന ഒരു ക്ലാസ് അല്ല. പക്ഷേ നിങ്ങൾ സിലബസ് വൈസ് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. റിവിഷൻ എന്ന് വെച്ചാൽ ഒരുപാട് എന്താ പറയുക, നല്ല നോട്ട്സൊക്കെ ഉണ്ട് കയ്യിൽ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, PSC ക്ലാസ്സിൽ പോയ സമയത്ത് ഞാൻ പ്രിപ്പയർ ചെയ്ത നോട്ട്സ് മാത്രമാണ്, ഞാൻ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത നോട്ടല്ല. അവിടുന്ന് പോയിൻറ്റ്സ് എഴുതിയെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വൃത്തിയായിട്ട് എഴുതി വെച്ചിരിക്കുന്ന നോട്ട്സാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. ഉറപ്പായിട്ട് ഉപകാരപ്രദമാവും എന്നുള്ളത് 100% എനിക്ക് ഉറപ്പാണ്. പക്ഷേ എനിക്ക് എത്രത്തോളം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞുതരാൻ പറയുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാമിന് ഏറ്റവും കൂടുതൽ ഉപകാരമാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. പിന്നെ LGS, ബിവറേജ് LD, VFA എന്നീ എക്സാമുകൾക്കായിരിക്കും ഇത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കുക. അപ്പോൾ ഈ ഇക്വേഷൻസൊക്കെ ഉറപ്പായിട്ട് ഓർത്ത് വയ്ക്കണം കേട്ടോ എക്സാമിന് പോകുമ്പോൾ. അപ്പോൾ ആദ്യം തന്നെ ഹസ്തദാനം കാണാനുള്ള ഇക്വേഷനാണ് n×n-1/2. n×n-1/2. ഗ്രീറ്റിംഗ് കാർഡ് ഓർ സമ്മാനപ്പൊതി n×n-1. ഗ്രീറ്റിംഗ് കാർഡ് ഓർ സമ്മാനപ്പൊതി n×n-1. എണ്ണൽ സംഖ്യകളുടെ തുക n×n+1/2. എണ്ണൽ സംഖ്യകളുടെ തുക n×n+1/2. ഇരട്ട സംഖ്യകളുടെ തുക n×n+1. ഇരട്ട സംഖ്യകളുടെ തുക ഇരട്ട സംഖ്യകളുടെ തുക n×n+1. ഒറ്റ സംഖ്യകളുടെ തുക n². ഒറ്റ സംഖ്യകളുടെ തുക n². വികരണങ്ങൾ കാണാൻ വേണ്ടിയിട്ട് n×n-3/2. n×n-3/2. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, 10 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൽ എത്ര വികരണങ്ങൾ വരയ്ക്കാം? അങ്ങനെ ചോദിക്കുമ്പോൾ n-ൻ്റെ സ്ഥാനത്ത് 10 കൊടുക്കുക. 10 ഗുണിക്കണം n-3 7 വരും. അപ്പോൾ /2. അപ്പോൾ 10 × 7/2 70/2 വരും. 35 ആയിരിക്കും ആൻസർ. അങ്ങനെ വരുമ്പോഴാണ്, അതായത് 10 വശങ്ങളുള്ള, അതായത് വശങ്ങൾ തന്നിട്ട് എത്ര വശങ്ങളാണോ ഉള്ളതെന്ന് തന്നിട്ട് ഒരു ബഹുഭുജത്തിൻ്റെ വികരണങ്ങൾ വരയ്ക്കാം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ട ഇക്വേഷൻസാണ് n×n-3/2. ഓക്കെ, താങ്ക് യു.